ഒരു 90s കിഡ്സിനൊക്കെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവട്ടെ. ഒരു 10-15 വർഷം മുന്നേക്ക് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു അടിമച്ചന്തയിൽ നിന്ന് അടിമകളെ മേടിക്കുന്ന ഒരു ഫീലിംഗ് പല വീട്ടുകാർക്കും കേട്ടോ. എല്ലാവരും അല്ല, അതിൽ ചില വീട്ടുകാർക്കൊക്കെ അങ്ങനെയാണ്. എത്ര വലിയ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞാൽ മരുമക്കൾ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ ഒരുപാട് പ്രതികരിക്കുന്നുണ്ട്. അന്ന് നമുക്ക് വീട്ടുകാരിൽ നിന്ന് കാര്യമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ നമുക്കന്ന് ഭയങ്കര ഭയമായിരുന്നു. ആ കാലത്തെ നമുക്ക് ശരിക്കും ആ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യണ വെറും ഒരു ജോലിക്കാരി. അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം ചെയ്യുന്ന വ്യക്തികൾ മാത്രമായിരുന്നു നമ്മൾ. നമ്മുടെ വയ്യായികളോ നമ്മുടെ ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ മനസ്സിലാക്കാൻ അവിടെ ആർക്കും നേരമില്ല, സമയമില്ല. അത് അവരാരും ശ്രദ്ധിക്കില്ല അറിഞ്ഞിട്ടെങ്കിൽ പോലും. കാരണം അത് അവർക്ക് അവരുടെ ജോലി നടക്കണം. അവർക്ക് അത്രയും ആ വീട്ടുകാരനെ മൊത്തത്തിൽ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നോക്കാനുള്ള റോബോട്ട് അത്ര ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ജീവിതം കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ തീർന്നില്ലാതാവുന്നുള്ളൂ. വേറൊന്നും നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒന്നും നേടില്ല. നമ്മുടെ ഒരു ടാലൻറ്റോ നമ്മുടെ ഒരു സ്ട്രെസ്സിന് കുറവോ ഒന്നും നേടില്ല. നമ്മൾ സ്ട്രെസ്സൊക്കെ അത് ലെവലായിരിക്കും. അതുപോലെ നമ്മുടേതായ ലൈഫ്, നമ്മുടേതായ ടൈം, കൊച്ചു ഇഷ്ടങ്ങൾ ഒന്നിനും നേരല്ല. അവരുടെ ഭാവങ്ങളും അവരുടെ സന്തോഷവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ സ്പേസിൽ സന്തോഷിക്കുക. അതും ഇല്ലെങ്കിൽ അവരുടെ ഭാവം എങ്ങനെ, അവരുടെ മൂഡ് സ്വിങ്സ് എങ്ങനെ, അതുപോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് നമ്മുടേതായ ഒരിടം ദൈവം തരുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും കേട്ടോ. നമ്മൾ ആ കിച്ചൺ എന്നൊക്കെ ലോകം ശരിക്കും സ്വർഗ്ഗലോകം തന്നെ. ഇഷ്ടത്തിന് ഫുഡ് വയ്ക്കുക, നമുക്ക് വയ്യെങ്കിൽ കിടക്കുക, പിന്നീട് ചെയ്യുക. ഒരു നേരം വെച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ആരും ചോദിക്കാനും പറയാനില്ല. അതൊരു സ്വർഗം തന്നെ. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടേതായ ടാലൻറ്റും നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനിക്കാൻ തോന്നുന്ന സമയങ്ങളായിരിക്കും കേട്ടോ.